അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഔദ്യോഗിക ജേണലിൽ പബ്ലിഷ് ചെയ്ത 2 സ്റ്റഡീസ് ഉണ്ട്. ആ സ്റ്റഡീസിൽ പറയുന്ന ആർട്ടിക്കിൾസിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസ് പ്രകാരം ഒരു കുട്ടിക്ക് നിങ്ങൾ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കുന്ന സമയത്ത്, ആ കുഞ്ഞിൻ്റെ അമ്മ ആ കുട്ടിക്ക് മുലയൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഏത് ഫുഡാണോ കഴിച്ചത് ആ ഫുഡിനോടുള്ള ഒരു അക്സെപ്റ്റൻസ്, സ്വീകാര്യത ആ കുട്ടിക്ക് കൂടുതലുള്ള പോലെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ വെജിറ്റബിൾസ് ധാരാളം കുട്ടിയെ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് കഴിച്ചൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ആ വെജിറ്റബിളിനോടുള്ള ഒരു ആക്സെപ്റ്റൻസ് ഒരു പക്ഷേ കുറച്ച് കൂടുതലായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ബേസിക് തിയറി ആയി പറയുന്നത് ഒരു പക്ഷേ ആ കുട്ടിക്ക് അതിൻ്റെ ഫ്ലേവർ മുൻപ് തന്നെ നിങ്ങളുടെ പാലിലൂടെയൊക്കെ പരിചിതമായതുകൊണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അതാണ് എനിക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. അത് ഇങ്ങനെയാണ്: നിങ്ങളെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഒരു പ്യൂരി രൂപത്തിൽ 6 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ആ കുട്ടി സ്വാഭാവികമായും അതിനോടൊരു അനിഷ്ടം കാണിക്കാം, ഒരു ഇഷ്ടക്കേട് കാണിക്കാം. മാത്രമല്ല ആ ഇഷ്ടക്കേട് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, ഒരു മുഖഭാവത്തിലുള്ള ചേഞ്ച്, ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊരു മുഖഭാവത്തിലുള്ള ചേഞ്ചും കാണിക്കാം. പക്ഷേ അത് മാത്രം കണ്ട് നിങ്ങൾ ആ ഫുഡ് നിർത്തരുത് എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ തനിക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ കാണിച്ചാൽ പോലും ആ കുട്ടിക്ക് അതേ ഫുഡ് വ്യത്യസ്തമായ ഇടവേളകളിൽ തുടർച്ചയായി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 10ാമത്തെയോ 15ാമത്തെയോ തവണ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞിന് ആദ്യ നാളുകളിൽ, പ്രത്യേകിച്ച് 2 വയസ്സിന് മുമ്പ് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ 2 വർഷം ഒരു കുഞ്ഞ് എന്ത് കഴിക്കുന്നോ ആ ഡയറ്റാണ് കുട്ടിയുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലും ആ കുട്ടി ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിളും കൊടുക്കുന്നത് നിർബന്ധമാണ്. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്, ആ കുട്ടി അക്സെപ്റ്റ് ചെയ്യില്ല, തുപ്പിക്കളയും, അല്ലെങ്കിൽ വാ തുറക്കില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നാണ് ഈ സ്റ്റഡീസിൽ പറയുന്നത്. ആ സ്റ്റഡീസിൽ പറയുന്ന പ്രകാരം എന്താ ചെയ്യേണ്ടത്? ഒരു ഫുഡ് ഐറ്റംസ് നിങ്ങളെ കുട്ടിക്ക് സ്വീകരിക്കുന്നില്ല, അത് പറ്റാത്ത ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു അതേ ഗ്രൂപ്പ് പെട്ട മറ്റൊരു ഐറ്റം, ഇപ്പോൾ ഒരു ഫ്രൂട്ട് ആണെങ്കിൽ മറ്റൊരു ഫ്രൂട്ട് ട്രൈ ചെയ്യുക. പക്ഷേ ആദ്യം കൊടുത്ത ഫ്രൂട്ട് തുടർച്ചയായ ഇടവേളകളിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും 10ാമത്തെ അല്ലെങ്കിൽ 15ാമത്തെ തവണ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് കുട്ടി അക്സെപ്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ആദ്യമായി ഫുഡ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോ ഫുഡ് ഐറ്റംസും റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അത് കണ്ട് ഭയപ്പെടേണ്ടതില്ല. അതിനുള്ള ഏക പരിഹാരം തുടർച്ചയായി അത് അവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ക്ഷമ വേണം. ഒരു 10ാമത്തെ അല്ലെങ്കിൽ 15ാമത്തെ തവണ അത് കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നവരെ കാത്തിരിക്കാം. അത്രേ ഉള്ളൂ.